എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ ചാറ്റിലേക്ക് സ്വാഗതം. മകം നക്ഷത്രക്കാരുടെ ഡിസംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മകം നക്ഷത്രക്കാർക്ക് ഡിസംബർ 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Emperor energy, Two of Pentacles, King of Wands, Knight of Wands, Devil moment, Four of Pentacles energy, ലാസ്റ്റ് വന്നിട്ട് കിങ് ഓഫ് കപ്സ് എനർജി. മകം നക്ഷത്രക്കാരുടെ സംബന്ധിച്ചിടത്തോളം എംപറർ ആൻഡ് എൻഡിങ് കിങ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. സൗഭാഗ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം എന്ന് തന്നെ പറയാം. എംപറർ എനർജി ആദ്യം തന്നെ ഒത്തിരി നാളായിട്ട് കാത്തിരിക്കുന്ന സ്ഥാനം നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഒരു പൊസിഷനിൽ ഒരു ഓർഗനൈസേഷനിൽ നിൽക്കുന്ന ഒരു സാഹചര്യം, ഓപ്പർച്യൂണിറ്റി, നല്ല അവസരങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നു എന്നുള്ളതാണ്. ജോലി സംബന്ധമായിട്ട് പ്രൊമോഷന് കാര്യങ്ങൾ, ശമ്പള വർധനവ്, സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. നല്ല ഒരു പൊസിഷനിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഓൾറെഡി ജോലി ഉള്ളവരാണെങ്കിലും പുതിയൊരു ഇങ്ങോട്ടേക്ക് നിങ്ങൾക്ക് അവസരം വരുന്നുണ്ട്. അതായത് ഓഫറുകൾ വരാം. ഇന്നൊരു ജോലി, ഇന്നൊരു സാധ്യതയെക്കുറിച്ച് നിങ്ങൾ ഇതിനു മുമ്പ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നാവാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മറ്റെവിടെന്നെങ്കിലും നിങ്ങൾ സുഹൃത്തുക്കൾ വഴിയും മറ്റേതെങ്കിലും വഴിയിലൂടെ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഈ ഒരു പൊസിഷനിൽ നിന്നിട്ടുള്ള അല്ലെങ്കിൽ ഇന്നൊരു രീതിയിലുള്ളൊരു വ്യക്തിയാണെന്ന് അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് ഓഫർ വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളായിട്ട് തേടി പോകേണ്ടുന്ന ഒരു സിറ്റുവേഷൻ അല്ല. നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഒക്കെ അയച്ചിട്ടുണ്ട്. മുമ്പ് അയച്ചതൊക്കെ ആണെങ്കിൽ കൂടി അന്ന് മറ്റാർക്കെങ്കിലും ജോലി കിട്ടി പോവുകയോ മറ്റോ ചെയ്തിട്ടുള്ളതാവാം ഒരു പക്ഷേ. അത് വീണ്ടും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു പക്ഷേ ആരെങ്കിലും ആ ജോലി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ 1-2 മാസത്തിനുള്ളിൽ അവരത് റിസൈൻ ചെയ്തു പോകുന്ന സിറ്റുവേഷൻ, നിങ്ങൾക്ക് അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ആ ജോലി ലഭിക്കുന്ന സിറ്റുവേഷൻ, അങ്ങനെ എന്തെങ്കിലും ആവാം. വലിയൊരു നല്ലൊരു ഉത്തരവാദിത്വം, നല്ലൊരു പൊസിഷൻ, നല്ലൊരു സാമ്പത്തിക സ്ഥിതിയൊക്കെ ഈ ഒരു മാസത്തിൽ നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജി, എംപറർ എനർജി എന്ന് പറയുന്നത് ഒത്തിരി അവസരമാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം, ഒത്തിരി ആത്മവിശ്വാസം നൽകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു ലോകം നിങ്ങളുടെ കൈപ്പിടിയിലാണ് എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് കൊണ്ടുവരുന്നൊരു അതോറിറ്റി, നല്ല പൊസിഷൻ, നല്ല കൺട്രോൾ, നല്ല വിൽ പവർ, നിങ്ങളുടെ കയ്യിലാണ് കൺട്രോൾ എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് എത്തുന്ന സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ടു ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു ടു ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് ബാലൻസ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത്. അടുത്തിടയ്ക്കായിട്ട് സാമ്പത്തികമായിട്ടുള്ളൊരു പ്രതിസന്ധികളായിരുന്നുവെങ്കിൽ, അതായത് ഒരിടത്തു നിന്ന് ലോൺ എടുത്ത് മറ്റൊരിടത്തെ ലോൺ അടച്ചു തീർക്കുക, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കും പൈസ ജഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു മാസം വളരെ സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞൊരു മാസമായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒത്തിരി ബാധ്യതകൾ ഒഴിഞ്ഞു പോകുന്ന ഒരു സമയമാണ്. ജീവിതത്തിലൊരു മനസ്സമാധാനം, സാമ്പത്തിക കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും അരക്ഷിതാവസ്ഥ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ ഈ ഒരു മാസം പൊതുവേ അതൊക്കെ മാറി കിട്ടുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വീട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉള്ളവർ ലോൺ അടച്ചു തീർക്കുന്നു. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ കാര്യങ്ങൾ. ചില ആൾക്കാർ പൂർണ്ണമായിട്ടും ചില ലോണുകളൊക്കെ അടച്ചു തീർന്നതിൻ്റെ ഒരു തൃപ്തിയും സന്തോഷമൊക്കെ ആയിരിക്കാം. പിന്നെ ജീവിതത്തിൽ പൊതുവെ ഒരു മനസ്സമാധാനം, ബാലൻസ് ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ജോലി ഉള്ളവരാണെങ്കിൽ ജോലിയും വീടും ഒരേപോലെ, പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത് ഒത്തിരി തൃപ്തികരമായിട്ടുള്ളൊരു എനർജി ആയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം നാളായിട്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന എന്തോ ഒരു കാര്യം, അത് ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ടു ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം. തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കുന്നു എന്നുള്ളത് വെച്ചു എക്സ്ട്രാ മണി
ഇപ്പോൾ ജോലിയുള്ളവരാണ് എങ്കിൽ മറ്റൊരു എന്തെങ്കിലും പുതിയ ഒരു വരുമാന മാർഗത്തിലേക്ക് നിങ്ങൾ ചെന്നെത്തുന്നുണ്ട് ജോലിയോടൊപ്പം തന്നെ. അപ്പോൾ ചില സമയങ്ങളിൽ നിങ്ങളൊരു ചോയ്സ് എടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. ഒരു തീരുമാനം ഫൈനലി നിങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ ജോലിയുള്ളത് കൂടാതെ എന്തെങ്കിലും സൈഡ് ബിസിനസ്സോ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കുന്നു എന്നുള്ളതും കാണിക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് നൈറ്റ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നൈറ്റ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് മുന്നേറ്റമാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ നിങ്ങൾ ഇന്നൊരു ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന ഒരാൾ അല്ല, ഇപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്ഥാപനം ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യാത്തൊരു വ്യക്തി, ഇപ്പോൾ നിങ്ങളൊരു വീട്ടമ്മയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ അടുത്തിടയ്ക്ക് റിട്ടയർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഡിവോഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ റിട്ടയർ ആയവരാണ്, നിങ്ങൾ വിവാഹം ഇതുവരെ കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ വിവാഹം കഴിച്ച് ഡിവോഴ്സ് ആയതോ, അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ മരിച്ചു പോയിട്ടുള്ളവർ, ഒരു പുനർവിവാഹത്തിനുള്ളൊരു അവസരം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്ന ആളുകൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. മാറ്റങ്ങളുടെ സമയമാണ്. ചേഞ്ച് ഓഫ് റെസിഡൻസ്, ചേഞ്ച് ഓഫ് ജോബ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ജോലിയിലുള്ള മാറ്റം, പുതിയ ജോലിയിലേക്കൊരു കയറ്റം, പുതിയ വീടിലേക്ക് മാറുന്നു എന്നുള്ളത് ഹാപ്പി സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഒരു ഒരു ജേർണി, ഒരു വെക്കേഷൻ അതുപോലുള്ളൊരു സിറ്റുവേഷനും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതും ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. യാത്രകൾ പോകാനുള്ള അവസരവും ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, യാത്രകൾ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. നെക്സ്റ്റ് വന്നിട്ട് ഡെവിൾ മൊമെൻ്റ് ആണ്. സോ ഈ ഒരു എനർജി, ഡെവിൾ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരെ സംബന്ധിച്ചിടത്തോളം ഡെവിൾ എന്ന് പറഞ്ഞാൽ ഒരു ബന്ധനമാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പല ബന്ധനത്തിൽ നിന്ന് നിങ്ങൾ മുക്തരാകുന്ന ഒരു എനർജി. ഇത് വളരെ പോസിറ്റീവ് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളുടെ ചുറ്റും ഉണ്ടായിരുന്ന ചില തടസ്സങ്ങൾ, ചലഞ്ചസ്, ആ ഒബ്സ്റ്റക്കിൾസ്, അത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നിരിക്കാം. ഈ ഒരു വർഷം പൊതുവെ നിങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ച് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായി കാണാം. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു ചിന്തയായിരിക്കാം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഫൈനലി നിങ്ങൾ മനസ്സിലാക്കുകയാണ്, യു ഹാവ് ദ എബിലിറ്റി ടു ഫ്രീ യുവർ സെൽഫ്. നിങ്ങളെ ഈ ഒരു തടങ്കലിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സ്വയം പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വിൽ പവർ കൊണ്ട് നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ നിന്ന് സ്വയം പുറത്ത് കടക്കാം. മറ്റുള്ളവർ എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ വിൽ പവർ കൊണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാം എന്നുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുകയാണ്. അതേപോലെ തന്നെ 4 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ സാമ്പത്തിക കാര്യത്തെക്കുറിച്ചിട്ട് ഒരു മുന്നേറ്റം നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ 4 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ചില കാര്യങ്ങൾ നിങ്ങൾ അതുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള അവസരമുണ്ട്. അതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ജോലി സംബന്ധമായിട്ട് പുതിയ ജോലിക്കുള്ള അവസരം വരിക, അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ അത് ഏറ്റെടുക്കാം. പുതിയ അവസരങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്കുള്ളതല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പുതിയതിലേക്ക് പോവുക. കംഫർട്ട് സോണിൽ നിൽക്കാതിരിക്കുക. ഫിയർ ഓഫ് ചേഞ്ച്, അതായത് മാറ്റത്തെ ഭയക്കാതിരിക്കുക. മാറ്റം എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മാറ്റം വരുന്നത്. നിങ്ങൾ പലപ്പോഴും പലരുടെയും ഒരു ഫിക്സ്ഡ് ആറ്റിറ്റ്യൂഡാണ് ഇത്, അതിൽ തന്നെ നിൽക്കാനായിട്ട്. അങ്ങനെയല്ല, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന പുതിയ അവസരത്തെ തടുത്തു നിർത്തുകയാണ് ചെയ്യുന്നത്. അതായത് സക്സസ്സിലേക്ക്, ജീവിത വിജയത്തിലേക്കുള്ള അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ അവസരത്തെ തടഞ്ഞു നിർത്താതിരിക്കുക. സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്, പുതിയ സേവിങ്സ് കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വരുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് കിങ് ഓഫ് കപ്സ് എനർജിയാണ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് എംപറർ ആൻഡ് എൻഡിങ് കിങ് ഓഫ് കപ്സ് എനർജിയാണ്. അപ്പം സാമ്പത്തികമായിട്ടുള്ള നേട്ടം, ജോലി, അങ്ങനെയുള്ള കാര്യങ്ങളിൽ മുന്നേറുന്നത് കൊണ്ട് തന്നെ മാനസികമായിട്ടും നിങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ് ഈ ഒരു മാസത്തിൽ. കാരണം നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾ വളരെയധികം ക്രിയേറ്റീവായിട്ട് ഇരിക്കുന്ന ഒരു എനർജി. അതേപോലെ തന്നെ ബന്ധങ്ങളിൽ സംതൃപ്തി ഉണ്ടാകുന്നു, ഫാമിലിയിൽ ഹാപ്പിനെസ്. കാരണം ജോലി, മറ്റു കാര്യങ്ങൾ, സാമ്പത്തികം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തൃപ്തിയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള ചില വ്യക്തികൾ, അവരെ വിശ്വസിക്കാൻ പറ്റും
എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ സൗഹൃദങ്ങൾ, നല്ല കുടുംബ അന്തരീക്ഷം, ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.